ഹായ് വൈസ്. അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കടയൊക്കെ ക്ലോസ് ആയിട്ട്. പിന്നെ വെള്ളിയാഴ്ച കൂടെയാണല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നല്ല വെയിലുണ്ടാകാറുണ്ട് എല്ലാ ദിവസവും. അങ്ങനെ ഞാനും ചങ്ങായും കൂടെ പള്ളിക്ക് പോകണേ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പള്ളി ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളെ ടൗണിൽ തന്നെ 2 പള്ളിയുണ്ട്. ഒന്ന് നമ്മളെ ദർഗ വരുന്നതും ഒന്ന് ടൗൺ മസ്ജിദും. അപ്പോൾ നമ്മൾ ദർഗ ഷെരീഫ് പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിയൊക്കെ നല്ല ടാർ ചെയ്തിട്ടുണ്ട്. പള്ളി വരെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റും. പിന്നെ എല്ലാ ജാതിമതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ പോകാൻ പറ്റും. എല്ലാവരും നേർച്ചയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കൊല്ലത്തിൽ 4 ദിവസം ഉറൂസ് നടക്കാറുണ്ട്. അപ്പം പണ്ട് കാലത്ത് ഇവിടെ കണ്ടുമായിരുന്നു. ഇപ്പം വീടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പള്ളി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ച് ഹൈറ്റിലായിട്ട് നമുക്ക് പണ്ട് തൊട്ടേ ഈ ഭവനങ്ങളിലുള്ള എന്താണെന്ന് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ഈ പള്ളിയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ പള്ളിക്ക് ഒരു സ്കൂളും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളെ മക്കളോ അനിയന്മാരോ അനിയത്തിമാരൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ പള്ളിയിലെത്തി. ഇന്നൊരു വെള്ളിയാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് ദർഗാ ഷെരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ പള്ളിയുടെ മുറ്റത്തൊക്കെ കുറച്ച് നമ്മളിങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിർത്തി കാണാൻ പറ്റും. വേറെ ഒന്നല്ല, ഇത് നമുക്ക് നമ്മളെ കൈയും കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഏത് ഭവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ നല്ല ക്ലീൻ ആയിരിക്കണമല്ലോ. അപ്പോൾ കൈയും മുഖമൊക്കെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം പള്ളിയുടെ ഉള്ളിലും നമുക്കിങ്ങനെ കാണാം. അങ്ങനെ ഞാൻ കൈയും മുഖമൊക്കെ കഴുകിയതിന് ശേഷം നിസ്കരിക്കാൻ പോയി. ഇതാണ് പള്ളിയുടെ ഉള്ളിൽ. നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം നേരെ ദർഗയിലേക്ക് പോയി. അപ്പോൾ 4 ശുഹദാക്കളാണ് ഈ അടങ്ങിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി പിന്നെ